പെണ്ണുങ്ങൾ നോമ്പുറക്കാൻ കൊണ്ടു കൊടുത്ത സാധനം ഒരു പാത്രത്തിൽ ഇയാൾ കൊണ്ടുവന്ന ഗോതമ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു എന്നല്ലാണ്ട് ഉപ്പ് വരെ ഇടാനില്ല കേട്ടോ. അതങ്ങ് കൊണ്ടു കൊടുത്ത് നോമ്പുറക്കാൻ നിങ്ങൾക്കത് ഒരു അത്ഭുതം തോന്നാ. നമ്മളെല്ലാം നോമ്പ് തുറന്നില്ലേ, 2 മാസം കഴിഞ്ഞാൽ തുറക്കൂലേ? നമ്മളത് നോമ്പ് തുറയല്ലല്ലോ, നോമ്പ് തുറയല്ലേ. നമ്മളെ നോമ്പ് പറയാം. റഹ്മാനായ റബ്ബ് ഒരു പാക്കറ്റ് ഈത്തപ്പഴ ഒന്നിച്ചടിക്കും നോമ്പ് കുറിക്കുമ്പോൾ തന്നെ. എന്തെല്ലാം സാധനം ഉണ്ടാക്കുക, പെണ്ണുങ്ങൾ കുറെ ഉണ്ടാക്കും, നമ്മളും കുറെ വാങ്ങും. ഫ്രൂട്ട്സ് കണ്ണു കണ്ടതെല്ലാം വാങ്ങും. നോമ്പ് തിന്നുന്ന മാസമാക്കി മാറ്റി നമ്മള് അല്ലേ. എല്ലാ ഫ്രൂട്ട്സും ഇറങ്ങുന്ന കാലം റമദാൻ മാസം. അതിനൊരു കണക്കൊന്നുമില്ല. പേരറിയാത്തോ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങുന്ന പോലെ ഞാൻ ഇപ്പൊ കളിച്ചു തരാം. ഓരോരുത്തർ പോകും, നോക്കും, ഓർക്കറിയില്ല ഇന്നത്തെ സാധനം. അതും 1 കിലോ. അങ്ങനെ കുറെ ഭാഗ്യം കെട്ടി പോരെ പെണ്ണുങ്ങൾക്ക് അറിയില്ല ഇതെന്താ, ഇതെങ്ങനെയാ മുറിക്കേണ്ടത് വരെ തിരിയാതാണ്. ഉറുമാമ്പഴം പുഴുങ്ങി തിന്ന പെണ്ണുങ്ങളുണ്ട്, ഇതെന്താ തിരിയായിട്ട്. അപ്പോ ഇത് മുറിക്കണ്ട എന്താന്ന് തിരിയായിട്ട്. അപ്പോ ഇങ്ങനെ കുറെ വായിക്കൊണ്ട് ചില പെണ്ണുങ്ങൾ ചോദിക്കൂ ഇത് കണ്ടിട്ട്, എന്താ ഇതിന്റെ പേര്? ഇവര് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. ഇവൻ ഉടനെ പറയും അത് ചൈനീസ് സാധനമാണ്, ക്യോം പേര്. പിന്നെ പെണ്ണുങ്ങൾ ചോദിക്കൂല, കാരണം പെണ്ണുങ്ങൾക്ക് പിന്നെ വായിക്കാൻ കിട്ടൂല. അങ്ങനെ ഇതെല്ലാം വെട്ടി മുറിച്ച് നിരത്തിയിട്ട് ഒരു 5 മണിയാകുമ്പോൾ തന്നെ ഡൈനിങ് ടേബിളിന്റെ മേലെ കംപ്ലീറ്റ് നിരത്തും നമ്മള്. എന്നിട്ട് എല്ലാം നിരത്തിയിട്ട് ഇവനിങ്ങനെ ഇതിന്റെ മണവും പിടിച്ച് ഇതിന്റെ തവാഫ് ചെയ്യും. കാബത്ത് പോയവരെ ഇവൻ ഇങ്ങനെ തവാഫ് ചെയ്യൂല. എന്നിട്ട് വാച്ചും നോക്കും, ക്ലോക്കും നോക്കും. ഏലാണോ 5 മിനിറ്റ് അധികം, അത് നല്ല ക്ലോക്ക്, കാരണം ബാങ്ക് നേരത്തെ കൊടുക്കും. എന്നിട്ട് മുറ്റത്തിറങ്ങിയിട്ട് പള്ളിയുടെ ഭാഗത്തേക്ക് നോക്കും. കഴിഞ്ഞ കൊല്ലത്തെ മുക്കിച്ച നേരത്തെ ബാങ്ക് കൊടുത്തിന് ഇയാളെന്ത് 4 പയ്യ, ഇയാളിൽ ഒഴിവാക്കലാന്നല്ലേ. പിന്നെ രണ്ടാമത് തിരിച്ചും കയറി തന്നെ വരും. ഇതിന്റെ അടുത്തുനിന്ന് പോകാൻ തോന്നൂല, ഈ ബച്ചേന്റെ അടുത്ത് നോമ്പോർക്കുന്നേ പറയും. എന്നിട്ട് ഇങ്ങനെ അതിന്റെ അടുത്ത് വെക്കും. പിന്നെ നേരം കൂട്ടാനുള്ള പണി എന്താ അറിയോ? പ്ലേറ്റ് മാറ്റലാണ്. ബത്തി എടുത്ത് ആപ്പിൾ എടുത്ത് മുന്തിരിയിൽ, മുന്തിരി എടുത്ത് ഓറഞ്ചിൽ, ഓറഞ്ച് എടുത്ത് അപ്പുറം, ജ്യൂസ് എടുത്ത് ഗ്ലാസ്സിൽ, ഗ്ലാസ് എടുത്ത് ജ്യൂസിൽ. ഇങ്ങനെ മാറ്റി നിൽക്കുമ്പോ പള്ളിയിൽ മൈക്കെന്നാക്കാൻ വേണ്ടി മുക്കിച്ചെന്നാക്കും മുട്ടും. പള്ളിന്റെ ഭാഗത്തുനിന്ന് മൈക്കിന്റെ ഒച്ച ബിസ്മില്ല എടുത്തടിച്ച് അടിച്ചു നോക്കുമ്പോ 5:45, ബാങ്ക് 6:45. അന്നേരം ഇപ്പൊ എനക്കൊരു കുറ്റമില്ല, മുക്കച്ചാക്ക കുറ്റം. അയാള് മുറ്റേന് കുറ്റം, ഇപ്പൊ കേറ്റിയേന് കുറ്റമില്ല. എന്താ കുതിരത്താ. ഇനി അഥവാ ബാങ്ക് കൊടുത്തോ എന്താ അവസ്ഥ? റെയിൽവേ ഗേറ്റ് തുറന്ന മോഡല. ബസ്സും പോവും, കാറും പോവും, ജീപ്പും പോവും, ലോറിയും പോവും. എന്തെല്ലാം ഓന്റെ മുമ്പ് കണ്ടത് കംപ്ലീറ്റ് അടിച്ച് കയറ്റി കളയും. അടിച്ച് കയറ്റി ഒന്നും പറയണ്ട, എഴുന്നേറ്റിട്ട് ഇങ്ങനെ നിൽക്കും. ഇനി എന്താ ബാക്കിയുള്ളേ നോക്കിയിട്ട് അപ്പോണ്ട ഉർമാമയത്തിന്റെ മണി അങ്ങ് വെച്ചിട്ട് റഹ്മാനായ റബ്ബേ മറന്നു പോയിട്ടൊക്കെ എന്താ അവസ്ഥ? ഭാര്യ അടിക്കും അത്. എന്നിട്ട് പള്ളിയിലേക്ക് ഒരു പോക്കുണ്ട്, കൂട്ടരെ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് പോകുമ്പോൾ അലാറം അടിച്ചിട്ടാ പോവുക. ഇതാന്ന് പറഞ്ഞ റമദാൻ മാസത്തെ കോല, മനുഷ്യന്മാരെ കോലം പറയാ. പള്ളിയിൽ പോയിട്ട് പള്ളിന്റെ മുറ്റത്തേക്കും പോന്റെ കുടല 1-ാം സഫിൽ മിമ്പറിന്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം ഒന്നുകൊടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ കയ്യട്ടാൻ കഴിയില്ല, കാരണം കുടലാടി ഇവർ വീടിയില്ലേ. എന്നിട്ടൊരു കയ്യട്ടലുണ്ട്.